Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഡൗട്ട്സിനുള്ള ഒരു മറുപടിയാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, നഴ്സിംഗ് വേക്കൻസി റിലേറ്റഡ് ആയിട്ട് എന്തൊരു അപ്ഡേഷൻസ് വന്നാലും ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടാൻ നോക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇടുന്ന വീഡിയോസിന് താഴെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ്, അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട്, ഇപ്പോൾ ഒരു വേക്കൻസി ഇട്ട് കഴിഞ്ഞാൽ ആ വേക്കൻസിക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്. എനിക്കെന്ന് ഉദ്ദേശിച്ചത് എനിക്ക് വരുന്ന കമൻസിലുള്ള ഓരോരുത്തരെയാണ് ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, ഞാനിതിൽ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്ന ഡൗട്ടാണ്, മെഡിക്കൽ സർജിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഇതൊരു ചെറിയ എക്സാമ്പിളാണ്. ഇതേപോലെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ചെയ്യാമോ, ഇങ്ങനത്തെ തന്നെ ഡൗട്ട്സുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം, എന്നാലേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ ആർക്ക് ഏത് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ. ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ്. ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ. യാതൊന്നിനും ഞാനോ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഞാൻ എന്തായാലും എനിക്ക് വന്നിട്ടുള്ള കമൻസ് കുറച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഈ വേക്കൻസീസിൻ്റെ ഒക്കെ എൻഡിലുള്ളൊരു ക്വസ്റ്റ്യൻ പറ്റുമോ ചെയ്യാമോ എന്നുള്ളതാണ്. പറ്റുമോ ചെയ്യാമോ. ഒരു വേക്കൻസി വരുമ്പോഴത്തേക്ക് അതിന് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമുക്ക് അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ഒത്തിരി കാരണങ്ങൾ കാണും, പക്ഷേ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു കാരണം ഉണ്ടെങ്കിൽ ആ ഒരു കാരണം മതി. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങളൊരു നേഴ്സാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സർജിക്കൽ വാർഡിലേക്ക് ഒരു വേക്കൻസി വരുവാണ്. അപ്പോൾ മെഡിക്കൽ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, എനിക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാനേ പറയത്തുള്ളൂ. ചെയ്ത് നോക്ക്, കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ളത് നെക്സ്റ്റ് തിങ്ങാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ പക്ഷേ നിങ്ങൾ ആഡ് ചെയ്യേണ്ട പോയിൻറ്റ്, എനിക്ക് മെഡിക്കൽ വാർഡിലാണ് എക്സ്പീരിയൻസ് എങ്കിലും എനിക്ക് സർജിക്കൽ വാർഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ ഓരോ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ ഡയാലിസിസ് വാർഡിലേക്ക് ഒരു വേക്കൻസി, നിങ്ങൾക്ക് മെഡിക്കൽ വാർഡിൻ്റെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കതിൽ മെൻഷൻ ചെയ്യാം, എനിക്ക് മെഡിക്കൽ വാർഡിൻ്റെ എക്സ്പീരിയൻസേ ഉള്ളെങ്കിലും എനിക്ക് ഡയാലിസിസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പം ഞാനതിൽ കോൺഫിഡൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ CVയിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ എടുക്കുമോ എടുക്കാതിരിക്കുമോ അത് നെക്സ്റ്റ് തിങ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വാർഡിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ NMBI പിൻ നമ്പർ വേണം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നിടത്ത് ഉള്ള കേസിൽ അവർ പിൻ നമ്പർ ഉള്ളവരെയാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാം, ഇപ്പം മെഡിക്കൽ വാർഡിലേക്ക് ഒരു വേക്കൻസി വരുമ്പോഴത്തേക്ക് മെഡിക്കൽ വാർഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ സെലക്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ നമുക്കൊരു ചാൻസ് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഇൻ കേസ് മെഡിക്കൽ വാർഡിലേക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ അത്രയും അയച്ചിട്ടില്ല ആ വേക്കൻസി എങ്കിൽ, നമ്മളാണ് അയക്കുന്നതെങ്കിൽ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അവർക്ക് അത്രയും എമർജൻസി ആയിട്ട് ആളെ വേണമെങ്കിൽ നിങ്ങളെ എടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പിന്നെ ട്രെയിൻ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം ഇതൊക്കെ നിങ്ങൾ മുന്നിൽ കണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്ത് അയക്കാനായിട്ട്. സോ ഇനി ഈ പറ്റുമോ ചെയ്യാമോ എന്നുള്ളൊരു ഡൗട്ട് അധികം വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ വരത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ Instagram ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.